ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി മീൻകറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് തിലോപ്പിയ അഥവാ തിലോപ്പി എന്ന് പറയുന്ന മീനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തോളൂ. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട്. മൺചട്ടി ആണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മൺചട്ടിയല്ല, ഞാൻ വേറൊരു ചട്ടിയാണ് വെച്ചേക്കുന്നത്, ഇന്ത്യാലയത്തിൻ്റെ ചട്ടിയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് നമ്മൾ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലോട്ട് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലോട്ട് ഇഞ്ചി, അതായത് ഒരു മീഡിയം സൈസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 വെളുത്തുള്ളി, അതുപോലെ തന്നെ നമ്മളൊരു സവാള, ഒരു മീഡിയം സൈസ് സവാള ഒക്കെ എടുത്തിട്ടുള്ളൂ, അത് ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഒരു 3 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് വാടണം, അധികം വാടണ്ട, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. അപ്പോൾ നമ്മുടെ സവാളയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മളൊരു 2 തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി നമ്മൾ മീഡിയം സൈസിലുള്ള 2 തക്കാളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഈ തക്കാളി കൂടി ഒന്ന് നന്നായിട്ട് വാടണം. അതിന് ശേഷമാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളിയൊക്കെ ഏകദേശം നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ, 1/2 ടീസ്പൂൺ. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്തേക്കുന്നത്. ഇനി ഈ പൊടിയുടെയൊക്കെ ആ കുത്തുമണം പോണ വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ സാധാരണയായിട്ട് നമ്മൾ പൊടികൾ എന്ത് ചേർക്കുമ്പോഴായാലും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊടികളുടെ ആ ഒരു പച്ചക്കുത്തൊക്കെ പോകാനായിട്ട്, ആ സ്മെല്ലൊക്കെ പോകാനായിട്ട് നമ്മൾ ഇളക്കേണ്ടത്. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് അത്യാവശ്യം ഇളക്കിയെടുക്കുന്നത്. ടൈം എടുത്ത് തന്നെ എടുക്കുമ്പോൾ ആ കറിക്ക് അതിൻ്റേതൊരു രുചി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 2 കുടംപുളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ പുളിയുടെ ആ ഒരു പുളി അനുസരിച്ച് വേണം നിങ്ങൾ പുളി എടുക്കാനായിട്ട്. എൻ്റെ ഈ പുളിക്ക് ഞാൻ 2 പുളി എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പുളിയാണ് കേട്ടോ ഈ പുളിക്ക്. അപ്പോൾ അത് കാരണമാണ് ഞാൻ 2 എടുത്ത്. ഞാൻ കറി വെച്ചുമ്പോൾ ഈ 2 എടുത്ത് മാറ്റും ചെയ്യും. കാരണം അല്ലെങ്കിൽ കുറച്ച് നേരം കൂടി അധികം നേരം കിടന്നാൽ പിന്നെയും പുളി അധികവും കറിയില്ല, അപ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പുളി എടുത്ത് കളയും. അപ്പോൾ നിങ്ങളുടെ ചില പുളിക്ക് തീരെ പുളി ഉണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്കതിലോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇത് 2ാം പാലാണ് കേട്ടോ. ഞാൻ തേങ്ങാപ്പാൽ എങ്ങനെ റെഡിയാക്കിയെന്ന് പറയാം. ഞാൻ 2 ഗ്ലാസ് തേങ്ങ ചിരകിയതാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഫസ്റ്റത്തെ പാല് മാറ്റി വെച്ചു. അതിന് ശേഷം അതേ തേങ്ങാപ്പീരയിൽ തന്നെ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 2ാം പാലും കൂടി അടിച്ചെടുക്കാണ്ടോ ചെയ്തത്. അപ്പോൾ ആ 2ാം പാലാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ 2ാം പാല് ചേർത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നമ്മൾ ആ ഒരു പാകത്തിന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. കാരണം നമ്മളിനി ഫിഷ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുമല്ലോ, അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലോട്ട് നമ്മുടെ ഫിഷ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് ആ ചാറിൽ മുങ്ങിയെടുക്കാൻ പാകത്തിനൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഒരു മൂടി വെച്ചിട്ട് അതൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഒരു 6-7 മിനിറ്റൊക്കെ കൊണ്ട് തന്നെ നമ്മളുടെ മീൻ നന്നായിട്ട് കുക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം, നമ്മുടെ ഫിഷൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കി നോക്കാം. അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ നന്നായി കുറുകിയിട്ടുണ്ട്. ഇനി നമ്മൾ 1ാം പാല് ചേർത്തിട്ടില്ല, അപ്പോൾ അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പ് നമ്മൾ കറിയിൽ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. അപ്പോൾ അതൊക്കെ കറക്റ്റാണ്. അപ്പോൾ നമുക്കിനി 1ാം പാലും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 1ാം പാല് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അധിക നേരം നമ്മൾ തിളപ്പിക്കാൻ പാടില്ല, അതായത് കുറേ അധികം തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ 1ാം പാല് ചേർത്തതിന് ശേഷം കുറച്ചൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കാണ്ട് ചെയ്യുന്നത്. ഇതൊന്ന് തിളക്കട്ടെ.
അപ്പോൾ ഇതാ നമ്മുടെ കറി നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ മതി കേട്ടോ, 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റൊക്കെ തിളച്ചാൽ മതി. അപ്പോൾ നമ്മളത് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്കതിന് മേലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒന്ന് തളിച്ച് കൊടുക്കണം കേട്ടോ. അതും കൂടി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇത്തരത്തിലൊന്ന് വെച്ച് നോക്കാം കേട്ടോ.